നേതാക്കൾ, പ്രവർത്തകർ, സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ഇന്നത്തെ ഈ സായാഹ്നത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. കുറേ കാലങ്ങളായി ഓരോ മഹാമാരിയും മറ്റുമൊക്കെയായി നമ്മളൊക്കെ അകന്നു കഴിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിൽ മാനസികമായി വല്ലാതെ പ്രയാസപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിൽ പോകാനും നല്ല അന്തരീക്ഷം സൃഷ്ടിക്കാനുമൊക്കെ കളമൊരുക്കിക്കൊണ്ട് സാഹചര്യങ്ങൾ അനുകൂലമായി വന്നിട്ടുള്ളത്. ഈ സമയത്ത് മുസ്ലിം ലീഗിൻ്റെ പേരിൽ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ തുടങ്ങുന്ന ആദ്യ പരിപാടിയിൽ ഒരു പരിപാടിയാണ് ഈ ആലത്തിയൂരിൽ നടക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ ഓർമ്മപ്പെടുത്തലുകളും ബന്ധങ്ങളും ഈ കൂട്ടിച്ചേരലുകളും ഒന്നും ഇല്ലാതിരുന്നാൽ മാനസികമായി തളരുന്നു എന്ന് മാത്രമല്ല, ലോകത്ത് നടക്കുന്ന കാര്യങ്ങളുമായി നാം രൂപപ്പെടുത്തിയെടുക്കേണ്ട അവബോധം ഇല്ലാതായി പോകുന്നു എന്നതൊരു വസ്തുതയാണ്. മദ്രസയിലും ഒത്തുകൂടാൻ കഴിയുന്നില്ല, സ്കൂളിലും കഴിയുന്നില്ല, എവിടെയും കുടുംബാദികൾക്ക് പോലും ഒത്തുകൂടാൻ കഴിയാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മളൊക്കെ ഭ്രാന്താവാതെ കാത്തത് ഒരു പക്ഷേ ഈ നെറ്റാണ് അല്ലെങ്കിൽ ഈ മൊബൈലാണെന്ന് പറഞ്ഞാൽ തെറ്റല്ല. കാരണം പുറം ലോകത്ത് നടക്കുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണുകയാണ്. അവിടെ പോകുന്നില്ലെങ്കിലും ഓരോ വിഷയങ്ങൾ നമ്മൾ നേരെ ചൊവ്വെ കാണുക. ഒരു പക്ഷേ കൊറോണയ്ക്ക് മുമ്പ് നാം കാണാത്തതും കേൾക്കാത്തതിനേക്കാൾ ഇരട്ടി ഒരു പക്ഷേ മൊബൈലിൽ കൂപ്പുകുത്തിയിരുന്നപ്പോൾ നമുക്ക് കൂടുതൽ കാണാൻ സാധിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ കുട്ടികളൊക്കെ പഠനം നഷ്ടപ്പെട്ടു എന്ന് വ്യാകുലപ്പെട്ടിരിക്കുന്നൊരു സമയം, ഒരു സത്യമുണ്ട് അതിൽ. കുട്ടികളൊക്കെ മടിയന്മാരും മൊബൈലിൽ പ്രത്യേകമായി അങ്ങ് ലയിച്ച് എന്താ പറയുക, പറിച്ചു നടാൻ കഴിയാത്തൊരു ബന്ധം അതിനോടുണ്ടാക്കി ഒരു കൂട്ടർ തെറ്റായ വഴിക്ക് നീങ്ങുമ്പോൾ ഞാൻ എൻ്റെ ഡയറിയിൽ കാത്തു സൂക്ഷിച്ച ഒരു പത്ര കട്ടിങ് ഉണ്ട്. 543 കോഴ്സ് പാസ്സായ ഒരു പെൺകുട്ടിയുണ്ട് കാസർഗോഡ്, ഒരു ലീഗുകാരിയാണ്. 543 കോഴ്സ്. ഞാൻ മുസ്തഫ മാഷോട് പ്രത്യേകം പറയണം, ആ കട്ടിങ് ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങളുടെ കുട്ടികളോട് പറയണം. 543 ലോകത്തുള്ള കോഴ്സ്. ഒരിക്കലും ആ പെണ്ണിന് ആയുഷ്കാലം മുഴുക്കെ ജീവിച്ചാലും നേടാൻ കഴിയാത്തത് ഓൺലൈനായി അവൾ നേടിയെടുത്തു. അപ്പോൾ ഈ കൊറോണയെ ഹൈറായ രീതിയിൽ അനുകൂലമായി ഉപയോഗപ്പെടുത്തിയ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഉണ്ട് എന്നതിൻ്റെ ഒരു ചുരുക്കം. 543 കോഴ്സ് ഞാൻ ബടായി പറയല്ല, പത്രത്താളിലെ എണ്ണം ഞാൻ പറയാം. ആ കുട്ടിയെ ഞാൻ നേരിട്ട് വിളിച്ചു. ഇനി അടുത്ത ദിവസം, അടുത്ത ഞായറാഴ്ച ഇൻഷാ അല്ലാഹ് ഞാൻ കാസർഗോഡ് പോകുമ്പോൾ വീട്ടിൽ പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്ഭുതത്തോടുകൂടി, ആ കുട്ടിയാകെ 3 മണിക്കൂറേ ഉറങ്ങിയിട്ടുള്ളൂ. 3 മണിക്കൂർ മാത്രം ഒരു ദിവസം ഉറങ്ങിയിട്ട് ഈ 2 കൊല്ലത്തെ കൊറോണ കെടുതിയിൽ 543 കോഴ്സ് അവൾ ഡ്രൈവിംഗ് അടക്കം പഠിച്ച്. ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പം എൻ്റെ അയൽവക്കത്തൊക്കെ ഉണ്ട് ഡ്രൈവിംഗ് പഠിച്ച സഹോദരിമാർ, ഒഴിഞ്ഞ സ്ഥലത്തേക്ക് വണ്ടിയുമായി പോയിട്ട് അങ്ങനെ ഉപയോഗപ്പെടുത്തിയവരുണ്ട്. ഞാനിത് പറയുന്നത് നമ്മളിതൊന്നും കേൾക്കാതെ കാണാതെ നമുക്കെല്ലാം നിരാശയുടെ ലോകത്ത് കഴിഞ്ഞുകൂടിയ ഒന്നും ഉണ്ടാവില്ല. അല്ല, തഖ്നതു മിൻ റഹ്മത്തില്ല, അള്ളാഹിൻ്റെ കാരുണ്യത്തെ തൊട്ട് ആശ മുറിയരുത്. എന്തിനും ഖൈറുണ്ട്. അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അജബൻ ലി അംരിൽ മുഅ്മിനീന, വിശ്വാസിയുടെ കാര്യം അതിശയകരാണ്, വല്ലാത്ത സംഭവമാണ് അതിൻ്റെ പച്ചമലയാളം. ഏതിലെപ്പോയാലും വെച്ചാണ്. ഇതാ അസ്വാബത്തുഹു സറാ, സന്തോഷമുള്ള സമയങ്ങൾ വന്നെത്തിയാൽ ശക്കറ, ഓ നന്ദി ചെയ്യും, അതവനക്ക് ഖൈറാണ്. ഫക്കാന ഖൈറുല്ലഹു, അതവനക്ക് ഖൈറാണ്. വൈൻ അസ്വാബത്തുഹു ലറാ, പ്രതിസന്ധി, കൊറോണ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വബറ, ഓൻ ക്ഷമിക്കുകയും ചെയ്യും. ഫക്കാന ഖൈറുല്ലഹു, അതും അവനക്ക് ഖൈറാണ്. ഇങ്ങനെയുള്ള ഈ ഒരു ഖൈറ് ഏതിൽ പോയാലും മെച്ചം. ഇങ്ങനെ പോയാലേ കിട്ടുള്ളൂ, അങ്ങനെ പോയാൽ കിട്ടൂല എന്നാ ഏത് കാര്യത്തിലും പറയാം. പക്ഷെ ഏതിലെ പോയാലും മെച്ചം, അത് മുഅ്മിനിൻ്റെ മാത്രം പ്രത്യേകത. അത് റസൂലുള്ള പറഞ്ഞ വരിയിൽ തന്നെ ഉണ്ട്. അത് വിശ്വാസിക്ക് മാത്രമുള്ളതാണ്. ബുദ്ധിമുട്ടുകൾ വരും, ക്ഷമിച്ചാൽ കൂലി. സന്തോഷം വരും, നന്ദി ചെയ്താൽ കൂലി. ഏതിലും അങ്ങനെ തന്നെ. കുടുംബജീവിതത്തിൽ പോലും തൻ്റെ ഭർത്താവിൻ്റെ ദുസ്വഭാവം കാരണം ഇടങ്ങറായി കഴിയുന്ന പെണ്ണിന് കൂലിയുണ്ട്. ഭാര്യയുടെ ദുസ്വഭാവം കാരണം വളരെ ഭ്രാന്തായി വട്ടായി നടക്കുന്ന പുതിയാപ്പിൾക്ക് കൂലിയുണ്ട്. ഏതിലെ പോയാലും മെച്ചം. ക്ഷമ എന്ന് പറയുന്ന കാര്യത്തിന് ഒരു ചെറിയ കൂലിയൊന്നല്ല. അത് ഇങ്ങനെയും കാണാൻ ഒരു വലിയ വലനജ്സിയന്നല്ലദീന സ്വബറു,
ക്ഷമിച്ചവർക്കുണ്ടൊരു കൂലി. അതെന്താ? അജ്റഹും, അവരുടെ കൂലി എന്താ? അഹ്സനുഹും ബിമാ കാനൂ യഅമലൂൻ, അവരുടെ അമലിൽ ഏറ്റവും ടോപ്പായി കൊടുക്കുന്ന കൂലി. അമല് നിസ്കാരം, തഹജ്ജുദ്, പലതുണ്ട്, നോമ്പുതൊക്കെ ഉണ്ട്. അതിലേറ്റവും മുന്തിയത് ഏതാ? അതിന് കൊടുക്കുന്ന കൂലിയാണ് ആർക്ക് കൊടുക്കുക? ക്ഷമിച്ചവർക്ക്. അബ്ദുള്ളക്കുട്ടി ഹാജിയുടെ ചിത്രം കണ്ടപ്പോൾ ഞാൻ സത്യത്തിലൊന്ന് അമ്പായിരുന്നു. കാരണം കുറേ ആളുകൾ ഈ സമയത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോൾ അവരൊക്കെ ഇവിടെ ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ ഇവിടെ വന്നിരിക്കേണ്ട ആളാണ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ച് അവരെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കാം. ലീഗിലേമാരുടെ പ്രാർത്ഥനയുള്ളൂ, അത് വേറെ രസം. അതാണ് ഞാൻ ഇതിലൊക്കെ നിൽക്കുന്നത്. നിങ്ങളും അങ്ങനെ നിൽക്കണം എന്നാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും കഴിയാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. വെറുതെ അല്ല, നഷ്ടപ്പെടൂല. മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നഷ്ടങ്ങളില്ല. മറ്റുള്ളതിലൊക്കെ പോകുമ്പോൾ മുദ്രാവാക്യത്തിൽ പേച്ച മുദ്രാവാക്യമുണ്ട്, അള്ളാഹു പൊരുത്തപ്പെടാത്ത ചില കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ വരുമ്പോൾ അതിങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതിൽ മെച്ചം ലീഗാണ്. ചിലർ മതസംഘടനകളുമായി ലീഗിനെ താരതമ്യം ചെയ്യും. ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണ്. മതസംഘടനകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചില പോറൽ ഉണ്ടാക്കി ഉണ്ടാവും. രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ എൻ്റെ പൊന്നു മുസ്ലിം ലീഗിനെ വെച്ചാൽ അത് പത്തരമാറ്റിൻ്റെ തിളക്കുള്ളതാണ്. ഈ ജീവകാരുണ്യം, പാവങ്ങൾക്ക് വീട്, ഇതുപോലെയുള്ള സംഭവങ്ങൾ, ഓരോ നന്മകൾ ഓരോ നിലക്കും ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഹിജാബ് തൊട്ടുള്ള വിവാദങ്ങൾ, വിഷയങ്ങളൊക്കെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും ആദ്യമായി ഒച്ചുണ്ടാക്കിയത് ലീഗാണ്. വഹാബ് സാഹിബ്, അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഖനി എന്ന് പറയുന്ന MP, പ്രിയപ്പെട്ട നമ്മൾ വോട്ട് ചെയ്ത E.T. ബഷീർ സാഹിബ്, അവരൊക്കെ പറഞ്ഞതിൻ്റെ ശേഷമാണ് മറ്റുള്ളവർ ഇതിൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആരംഭിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മളെ കൊള്ള ഇതൊന്നും വരാത്തത് എന്തുകൊണ്ടാണ്? കേരളീയ പശ്ചാത്തലത്തിലൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇവിടതൊന്നും പെട്ടെന്ന് എടുക്കുന്നില്ല ആരും. അറിഞ്ഞോ അറിയാതെ ചിലരൊക്കെ ഹിജാബിൻ്റെ സംരക്ഷകരുമായി വരികയാണ്. CPM പോലുള്ള പാർട്ടികളൊക്കെ വർത്തമാനം പറയുമ്പോൾ എന്ത് രസമായിട്ട് അവർ പറയുന്നു, ഞങ്ങളിതിൻ്റെ കൂടെ എന്ന് പറയാണ്. എന്താ കാരണം? ഇവിടെ കൂടിയില്ലെങ്കിൽ കുഴപ്പമാണ്. എന്നാൽ പോലെ നയം എന്താ, തത്വം എന്താണെന്ന് ഞാനിങ്ങനെ അക്കമിട്ട് പറയാവുള്ളൂ. ഒരു കൂട്ടരുടെ നിലപാട്. ഇപ്പോൾ ഒരു പെണ്ണ് പറയും, എന്നെ ഈ ചെങ്ങായിത ദ്രോഹിക്കണേന്ന് പറയുമ്പോൾ ഏടി ഞാൻ എന്നെ നോക്കിക്കോളാറുണ്ട്, ഓഹം കൊണ്ടുപോയിട്ട് ഇവിടെ വടക്കാക്കുകയാണ്. എന്നാൽ അവനെ വിശ്വസിക്കാൻ പറ്റില്ല. ഓം വരുന്ന വരവ് സംരക്ഷണത്തിൻ്റെ പാച്ചിലാണ്. എങ്ങനെ? ജിൻ്റെ കൂടെ പോലെ എന്നോട് താമസിച്ചോ എന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയാണ്. ഓൾക്ക് ഇവിടെ ഉള്ള നെറൂറത്തിനേക്കായി വലിയ നെറൂറത്ത് പിന്നെ അവിടുന്ന് ഏറ്റുവാങ്ങുകയാണെങ്കിൽ ഓനെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? അതാണ് നമ്മുടെ ചർച്ച. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കേരളക്കരയിൽ നമുക്ക് ഈ അന്തസ്സോടുകൂടി, അതും ഈ ബഹുസ്വര സമൂഹത്തിൽ നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ അടയാളങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അന്തസ്സോടുകൂടി പോകാൻ സാധിച്ചു. കാശ്മീർ ഇതുപോലെയാണ്. നിങ്ങൾ ഇരിക്കുന്നത് പോലെയുള്ള നമ്മുടെ സഹോദരിമാർ മാത്രം നിറഞ്ഞു നിൽക്കുന്ന കാശ്മീർ. അതിൻ്റെ കഥ കഴിഞ്ഞു. അവിടുത്തെ പെണ്ണ് മുഖ്യമന്ത്രി വരെ ആയി, മെഹബൂബ മുഫ്തി. ആ പെണ്ണ് വരെ ഇപ്പോൾ BJPയുടെ ആജ്ഞാനുവർത്തിയായി. അവർ നരേന്ദ്രമോദിക്കൊപ്പം ചേർന്നിട്ടും ഓൾക്ക് രക്ഷ ഉണ്ടായില്ല. നരേന്ദ്രമോദിക്ക് പിന്തുണ നൽകി അവരുടെ രാഷ്ട്രീയ പാർട്ടി കൂടെ നിന്നിട്ടും നരേന്ദ്രമോദി അവർക്ക് ജീവിക്കാം. വീട്ടു തടങ്കലിലാണ്, പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോൾ ചിലവരിങ്ങനെ വിചാരിക്കും ഈ രാജ്യത്ത് കാണുന്ന നെറൂറത്ത് ബുദ്ധിമുട്ടൊന്നും ഇന്നെ ബാധിക്കൂല. അതുതന്നെയാണ് ഈ വാവാ സുരേഷും പറയുന്നത്, ഇന്നെ മൂർഖം കടിക്കൂല. അവസാനം ഓനും കടിച്ച്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഓനക്കും വിഷയേൽക്കുന്ന എല്ലാവർക്കും മനസ്സിലായി. അതിമൊന്ന് തുടങ്ങാൻ നമുക്ക്. ഇന്നത് ബാധിക്കൂല എന്ന ചിന്തയിൽ ആരാച്ച എന്താച്ചാ ചെയ്തോട്ടെ, ലീഗുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് ചേർന്നോട്ടെ, ആലത്തൂർ സ്കൂളിൽ നടന്നോട്ടെ, നമുക്കിതിലെന്ത് എന്ന് ചിന്തിച്ച് ധരിച്ച് വശായി മാറി നിന്നവരൊക്കെ ഇന്ന് അവനവൻ അകപ്പെട്ടിട്ടുള്ള നെറൂറത്ത് പ്രയാസങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഇനി രക്ഷ എന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പൗരത്വ വിഷയം പോലെ കൈകാര്യം ചെയ്യേണ്ട വിഷയം മുഴുവൻ വിഷയം എന്താ? പൗരത്വ വിഷയത്തിൻ്റെ പ്രത്യേകത. പൗരത്വ വിഷയത്തിൽ സുന്നി എവിടെ, മുജാഹിദ് എവിടെ, ജമാഅത്ത് എവിടെ നോക്കിയില്ല. ആണെവിടെ പെണ്ണെവിടെ നോക്കിയില്ല. പേരെയുള്ള കുട്ടികളടക്കം പെറുക്കിയിട്ട് എല്ലാവരും ഇറങ്ങി. എന്താ കാരണം? നരേന്ദ്രമോദിക്ക് മുമ്പിൽ തെളിയിച്ചു കൊടുക്കണം, ഞങ്ങൾ മൊത്തം അനക്കെതിരാണ് എന്ന് പറയണം. അതിനുവേണ്ടി എണ്ണം കുറക്കാതെ നമ്മൾ പോയി.
എണ്ണം കുറക്കാതെ നമ്മൾ പോയി. പിന്നെ പഴയ കാലത്തെ ആ ഒരു നിഷ്കളങ്കമായ കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത്. പഴയ കാലത്തെ നിഷ്കളങ്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ, നമ്മൾ നമ്മളെ നേതാക്കളെ കണ്ടില്ലെങ്കിലും വോട്ട് ചെയ്യുന്നു, അവരൊന്നും തന്നില്ലെങ്കിലും വീണ്ടും വോട്ട് ചെയ്യുന്നു. ഇപ്പോൾ ബനാത്ത് വാല സാഹിബിൻ്റെ ഭാഷ നമുക്ക് തിരിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമ്പോൾ നമ്മളൊന്നും പറഞ്ഞിരുന്നില്ല. ഞാൻ ഓർക്കുന്നു, പൊന്നാനി ആശുപത്രിയിലെ വാർഡാണ് ബനാത്ത് വാലയ്ക്ക് ഏറ്റവും കൂടുതൽ ലീഡ് കൊടുക്കുന്ന ബൂത്ത്. പൊന്നാനി ആശുപത്രിയിലെ ഒരു വാർഡുണ്ട്, അവിടെയാണ് വോട്ടെണ്ണുമ്പോൾ ഏറ്റവും വലിയ ലീഡ് ബനാത്ത് വാലയ്ക്ക് ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ അടുത്തും പൊന്നാനി ചെന്നപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞു, ബനാത്ത് വാല അല്ലാത്ത ഒരാൾ നിന്നതിൻ്റെ ശേഷം പിന്നെ കിട്ടിയിട്ടില്ല. എന്താണ് അതിൻ്റെ ഗുഡൻസ് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. എന്തായിരുന്നു ഇത്ര വിശ്വസിച്ച് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പൊന്നാനിയിലെ ആശുപത്രിയിലെ വാർഡുകാർക്ക് ഉണ്ടായിരുന്ന ആ വിശാല മനസ്കത? വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ്. ഒന്നും കിട്ടിയില്ലെങ്കിലും ലീഗിൻ്റെ കൂടെ നിന്നിരുന്നു. നേതാക്കന്മാരെ കണ്ടില്ലെങ്കിലും വിളിപ്പുറത്ത് കിട്ടിയില്ലെങ്കിലും ലീഗിൻ്റെ കൂടെ നിന്നിരുന്നു. ഇന്ന് നമ്മളറിയാതെ നമ്മുടെ ഓരോ കാര്യവും ചോർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഭൂരിപക്ഷം, വാർഡിലെ ഭൂരിപക്ഷം, മണ്ഡലത്തിലെ ഭൂരിപക്ഷം, അസംബ്ലി മാത്രമല്ല ലോക്സഭയിലെ ബനാത്ത് വാലയുടെ ഇപ്പോൾ പോളിംഗ് ഒക്കെ വോട്ടെണ്ണുന്ന കാലത്ത് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് വീട്ടിലിങ്ങനെ ഇരിക്കും. ഉപ്പാൻ്റെ ഇപ്പോൾ തോട്ടം തിരിച്ചിങ്ങനെ നടക്കുമ്പോഴാണ് ഇവിടുന്ന് ജാഥ വരിക. അംബാസഡർ കാർഡിൽ ജയ് ജയ് ബനാത്ത് വാല എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഇപ്പം തലയിട്ട് ചോദിച്ചത് എത്രയെന്നാണ്. 2.25 ലക്ഷം 1.25 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയിരുന്നു. ഇപ്പം അതിങ്ങനെ പോയി 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 ഈ കഴിഞ്ഞ എല്ലാതിൻ്റെ മുമ്പത്തേക്ക് 25,000 ആയി, 4 ലക്ഷമായി. ബാക്കി മുതലൊക്കെ എവിടെ പോയി? അവിടെ നിന്ന് ആരംഭിക്കാം നമുക്ക്. എന്താ ഇതിൻ്റെ അസുഖം? എവിടെയാണ് ഇതിൻ്റെ ഫാൾട്ട് പറ്റിയത്? വളരെ ഗഹനമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളാണ് ശത്രു എന്നാണ് അതിൻ്റെ ഉത്തരം. നമ്മൾ ഓരോ കാരണങ്ങളാൽ നമുക്ക് മുതലുണ്ട്, ആൾക്കാരുണ്ട്, അരി നമ്മളെടുത്തുണ്ട്, വെച്ചാൽ നമുക്ക് മതിയാവണ്ണം വയറിനടച്ച് തിന്നാനുണ്ട്. പക്ഷെ തികയാതെ വരുന്നു. എന്തുകൊണ്ട്? പഠിക്കേണ്ട വിഷയമാണ്. പക്ഷെ ഇപ്പോൾ ET ജയിച്ചത് നല്ല ലീഡിനാണ്. അത് ET മാത്രമല്ല, കേരളത്തിൽ 20 MP-മാരുണ്ട്, ഒരാൾ മാത്രം CPM, ആരിഫ് ആലപ്പുഴയിൽ, ബാക്കി 19 ആളും UDF ആണ്. നല്ല ലീഡിനാണ് ജയിച്ചത്. ജമ്മത്തിൽ കിട്ടാത്ത ആലത്തിയൂര്, ഈ ആലത്തൂരിലെ രമ്യ ഹരിദാസ് വരെ ജയിച്ചു. സ്ഥിരമായി ജയിക്കുന്ന CPM തട്ടകങ്ങൾ വരെ ജയിച്ചു. അപ്പം നമ്മൾ മനസ്സിലാക്കില്ല ചോർന്നിട്ടില്ലാന്ന്. ചോർന്നിക്കണ്. പിന്നെന്താ ജയിച്ചത്? അതിൻ്റെ കാരണം ശബരിമലയാണ്. ശബരിമല വിഷയത്തിൻ്റെ മൂർധന്യതയിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ശബരിമലയിലേക്ക് പോകുന്നതിന് തടസ്സപ്പെടുത്തിയപ്പോൾ ഹൈന്ദവ വിശ്വാസികൾ സടകുടഞ്ഞെണീറ്റ് ഒരു അപ്പീലും ഇല്ല, ഇനി ഇവരെ ജയിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വിചാരിച്ച് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ വരെ ETക്ക് വോട്ട് ചെയ്തത് എൻ്റെ നാടടക്കം നമ്മുടെ നാട്ടിൽ എല്ലാവരും കണ്ണും ചെമ്പി കോണിക്ക് മനോഹരമായി കുത്തി അമർത്തി വോട്ട് ചെയ്തതിൻ്റെ ലീഡാണ് മക്കളെ, സീറ്റാണ് മക്കളെ ഈ ലോക്സഭയിൽ കണ്ടത്. അടുത്ത ലോക്സഭയിൽ നേരെ വിട്ടടിച്ചുകൂടായില്ല. ഒന്ന് നമുക്കും 19 അങ്ങോട്ട് പോയിക്കൂടെ ഇല്ല. ഞാനൊരു ബേജാറാകളെ നടത്താനല്ല പറഞ്ഞത്. കാരണം എന്താണെന്നറിയാം, സമൂഹമൊക്കെ ദൂഷിച്ചു. സമൂഹത്തിലെ കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിഞ്ഞു. നമ്മൾ വിചാരിക്കുന്ന പോലെ സഹായിക്കേണ്ടവരൊന്നും ഒന്നിച്ച് നിൽക്കുന്നില്ല, ഒന്നിക്കേണ്ടവരൊന്നും ഒന്നിക്കുന്നില്ല. ഒന്നിക്കുന്നതൊക്കെ വേറെ വിഷയത്തിലാണ്, ശത്രുവിന് വളം നൽകുന്ന കാര്യത്തിലാണ് ഒന്നിക്കുന്നത്. നമ്മുടെ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ നാലാവുകയാണ്. ഇസ്ലാമിക ശരീഅത്തിന്റെ വിഷയം നടക്കുമ്പോൾ അതൊരു മതപരമായ വിഷയമായിരുന്നിട്ട് പോലും മതസംഘടന രണ്ടാകുന്ന കാഴ്ച നമ്മൾ ദൗർഭാഗ്യകരം. അപ്പോഴാണ് ഒന്നാകേണ്ടത്. പക്ഷെ 2 ലീഗുകൾ ഒന്നായി. അഖിലേന്ത്യ മുസ്ലിം ലീഗ് അവിടെയാണ്, യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ, യൂണിയൻ ലീഗ്. അവർ രണ്ടുകൂട്ടരും ഒന്നായി. ബാവഹാജി, നമ്മുടെ തിരൂരിലെ മുൻ സ്പീക്കർ ബാവഹാജിയും ശിഹാബ് തങ്ങൾ കെട്ടിപ്പിടിക്കുന്ന രംഗന്നൂൻ്റെ പേരിൽ ആ ചന്ദ്രിക പത്രമുണ്ട്. എല്ലാം മറക്കുക പൊറുക്കുക എന്നതിൻ്റെ അടിയിൽ എഴുതിയിരിക്കണം. അങ്ങനത്തെ ഒരു നിഷ്കളങ്ക കാലമല്ല ഇപ്പോൾ പോയാൽ നമുക്ക് പറ്റിയ ഫത്വ കിട്ടും, നമുക്ക് പറ്റിയ കാര്യങ്ങൾ കിട്ടും, നമുക്ക് പറ്റിയ ഓരോ സംഭവം നടക്കും. ഇപ്പോൾ ഉദാഹരണം, ഈ ഹിജാബ് വിഷയം വന്നപ്പോൾ തമിഴ്നാട്ടിലുള്ള കർണാടകയിലെ വഖഫ് ബോർഡ് ചെയർമാൻ നല്ലൊരു മൂല്യനാണ്. മൂപ്പരെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇന്നലെ കേട്ടു. കന്നഡയിലാണ് മുഴുവനും. കന്നഡയിൽ മൂപ്പര് പറഞ്ഞു പറ്റൂ കന്നഡ തിരിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു അറിയാം, ബാംഗ്ലൂർ KMCC-ക്കാർക്കൊക്കെ വിളിച്ചു. ഇയാൾ പറഞ്ഞതിൻ്റെ മലയാളം എന്താണ്? അയാൾ പറഞ്ഞത്
ഇവിടെ ഒതുക്കി നിർത്തേണ്ട, ഉടുപ്പിയിൽ ഒതുക്കി നിർത്തേണ്ടുന്ന ഈ വിഷയം അന്താരാഷ്ട്രവൽക്കരിച്ചവരാണ് കുറ്റക്കാർ. ഒരു മൊയ്ലിയർ ഹിജാബിൻ്റെ ഒപ്പമാണ് നിൽക്കേണ്ടത്. സാധാരണ അങ്ങനെ. കാരണം മൂപ്പര് അനങ്ങിയ വരാന്തയിൽ വെച്ചിട്ട് കുട്ടികളെ മറക്കുന്ന ആളാണ്, തല മറക്കാത്തേ. മാത്രമല്ല മൂപ്പര് എല്ലാം അവനാൻ്റെ പെണ്ണുങ്ങളോട് വരെ അവിടെ മറക്കുക ഇവിടെ മറക്കുക എന്നിട്ട് ഇങ്ങനെ കുതിരക്ക് കടിഞ്ഞാനിട്ടായി നടക്കണേ മൊയ്ലിയന്മാരെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനും ആ ജിൻസിൽപ്പെട്ടത്. എൻ്റെ ഉപ്പ ഖത്തീബായും ഞാനും മദ്രസയിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഭാര്യമാരെയൊക്കെ നമ്മൾ അങ്ങനെ കൊണ്ടുപോകണം എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇയാൾ പ്രതീക്ഷിതല്ല പറയുന്നത്. അയാൾ ഭരണകൂടത്തിന് കുഴപ്പമില്ല, കർണാടക ഭരണകൂടം തീരുമാനിച്ചതിലൊന്നും ഒരു പ്രശ്നമില്ല. പ്രശ്നം എവിടെയെന്നറിയാം, ഇത് വലുതാക്കിയതാണ്. ഇത് വലുതാക്കി ഒരു കുഴപ്പമുണ്ടാക്കണം എന്ന് ആരും ആഗ്രഹിച്ചതല്ല. ഇപ്പോൾ അതിനും ആളെ കിട്ടി. ഏതിനും ആളെ കിട്ടിയെന്ന് ചോദിച്ചാൽ, ഈ ഹിജാബ് വിഷയത്തിൻ്റെ പേരിൽ ഒരു പെൺകുട്ടി ക്യാമ്പസിലേക്ക് കടന്നു വരുമ്പോൾ സംഘപരിവാരങ്ങൾ ആ കുട്ടിയെ വളഞ്ഞപ്പോൾ ഒരു കുട്ടി വല്ലാത്തൊരു സംഭവമാണത്. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഇങ്ങനെ കൈ ഉയർത്തി പോവുകയാണ്. അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ടെന്ന്, ഓള അതല്ല പറയേണ്ടത്, ഓള് ജയ് ഹിന്ദ് എന്നാണ് പറയേണ്ടത്. നമ്മളൊക്കെ ഇന്ത്യനെ സ്നേഹിക്കുന്നവരാണ്. ഓളെ ചോദ്യം ചെയ്തത് ഇന്ത്യക്കാരിയല്ല എന്നല്ല. ഇന്ത്യക്കാരിയല്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇന്ത്യക്കാരിയാണ് എന്ന് പറഞ്ഞ് നടക്കാം. ഇപ്പം ഞാൻ പേടിച്ച് നടക്കണ മനുഷ്യനല്ല, ഞാൻ ധൈര്യമുള്ളവനാണെന്നാണ് ഞാൻ അതിന് മറുപടി അറിയാം. എൻ്റെ മതപരമായ അസ്തിത്വത്തെയാണ് ചോദ്യം ചെയ്തത്. അപ്പോൾ എനിക്ക് റബ്ബാണ് വലുത് എന്ന് ആ പെണ്ണ് പറഞ്ഞപ്പോൾ പ്രതീകാത്മകമാണോ എന്നറിയില്ല, ബുർജ് ഖലീഫമ്മ വരെ ആ പെൺകുട്ടിയുടെ പിക്ചർ വന്നു. വാട്സപ്പിലും സ്റ്റാറ്റസായിട്ടും പ്രൊഫൈലായിട്ടും അതിങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കണേ, എന്താണ് ആ കുട്ടിക്കുണ്ടായ ധൈര്യം? ഞാനിത് പറയുമ്പോൾ ശരിക്കും കേൾക്കണം. നമ്മുടെ നാട്ടിൽ നമ്മൾ ബഹുസ്വര സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ഓരോ മതവിശ്വാസിക്കും അവനവൻ്റെ ആദർശം പ്രധാനമാണ്. പൊട്ടിട്ട് വരുന്ന നമ്മുടെ കുട്ടികളുണ്ട്, നമ്മുടെ വീട്ടിൽ കല്യാണത്തിന് വരുന്നവർ, അവർക്ക് അവരുടെ ആചാരാദി പ്രധാനമാണ്. ഒരിക്കലും നമ്മൾ അതിനൊന്നും എതിർക്കാൻ പാടില്ല. ഒരു ക്രിസ്തീയ കന്യാസ്ത്രീകൾ ഇതുപോലെ തലമറച്ച് നടക്കുന്നുണ്ട്. ജോൺ പോൾ മാർപ്പാപ്പക്ക് തൊപ്പിയുണ്ട്, നെഹ്റുവിന് തൊപ്പിയുണ്ട്, പള്ളിക്കൽ ഉസ്താദിന് തൊപ്പിയുണ്ട്. പക്ഷെ ആ തൊപ്പിയല്ല ഈ തൊപ്പി എന്ന് പറയുമ്പോൾ അവിടെ കുഴപ്പം. തൊപ്പി എല്ലാവർക്കും തലയാണ്, തലമ തൊപ്പിയുണ്ട്. പക്ഷേ ഇന്ന തൊപ്പിയാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ ഒരു വിഷയമാണ്. ആ വിഷയം വരുമ്പോൾ എവിടെയാണത് പറയേണ്ടത്, ആരാണ് പറയേണ്ടത്, നമ്മൾ അതീവ ഗൗരവമായി ചിന്തിക്കണം. ഇന്നത് വലിയ ചർച്ചയായി എല്ലാ സ്ഥലത്തും ആ വിഷയം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇടതുപക്ഷം അടക്കം ചില ആളുകൾ ഇപ്പം ഇതിൻ്റെ കൂടെ കൂടിയിട്ട് പറഞ്ഞ് ഹിജാബ് ഞങ്ങളും അതിൻ്റെ ആൾക്കാരാണ്. മാത്രമല്ല പിണറായി വിജയനും അതുപോലെ ശിവൻകുട്ടിയും സ്കൂളിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ മക്കനധാരികൾ ഒന്നിച്ച് നിന്നൊരു ദേശീയഗാനം ചെല്ലുന്നൊരു ചിത്രം അടുത്ത ദിവസം സമുദായത്തിൽപ്പെട്ടൊരു പത്രം തന്നെ കൊടുത്തു. എന്നിട്ട് അവർ പറഞ്ഞു കേരളത്തെ കണ്ടു പഠിക്കട്ടെ എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ അതേ പേപ്പറിൻ്റെ തലേ ദിവസത്തെ ഞാനൊന്ന് നോക്കി. അതേ പേപ്പറിൻ്റെ തലേ ദിവസത്തേൽ എന്താണെന്നറിയാം, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിൽ ഹിജാബിന് അയിത്തം. അതായത് ഈ അതുണ്ടല്ലോ നമ്മുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സ്കൂളിലൊക്കെ ഉള്ള സ്കൗട്ട്സ് ഗൈഡ്സിന് കൂടുന്ന കുട്ടികൾ, ഓളി കരാട്ടെ മോംഫു അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ പഠിച്ച് ഇതൊക്കെ അങ്ങനെ വേറെ കുട്ടികളുണ്ട്. വേറെ പല രീതിയിൽ സ്പോർട്സിന് കൂടുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നല്ല മറച്ചിട്ട് 100 മീറ്റർ ഓടിയ കുട്ടിയോട് നാളെ വനിതാ പോലീസൊക്കെ നമ്മളെ മക്കൾക്കൊക്കെ ഒരു ആഗ്രഹമാണ്. ഇവിടെ സ്വാഗതം പറഞ്ഞ ആൾ ചോദിച്ചു, എൻ്റെ മോളെന്ത് ചെയ്യണം? എൻ്റെ മോളിൽ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. അവൾക്ക് ഇങ്ങനെ നമ്മളെ കുട്ടികളെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമ്മൾ നോക്കണ്ടേ. മൂത്തോളം MBAക്ക് പോയി ഫറൂഖ് കോളേജ്, അതങ്ങനെ കഴിഞ്ഞു. രണ്ടാമത്തെ കുട്ടി ഇവിടുന്ന് +2 പഠിച്ച കുട്ടിയാണ്. അപ്പോൾ അവളോട് എന്താവാനാ ആഗ്രഹം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ 37 എന്താണെന്ന് വെച്ചാൽ പിന്നെ വേറെ കുറേ ത്യാഗങ്ങളെ കഥകളൊക്കെ പറയും. അപ്പോൾ ആ ത്യാഗങ്ങളെ കഥ പറയുമ്പോൾ പിന്നെ ചോദിക്കുന്നത് എന്താവാൻ ആഗ്രഹം? മൂത്തോൾ IAS ആഗ്രഹമെങ്കിൽ താഴെയുള്ള IPS ആഗ്രഹം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാനിങ്ങനെ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ റോട്ടിൽ സല്യൂട്ട് അടിച്ചിങ്ങനെ നിൽക്കണ കോലത്തിൽ ഒരു CI SI ഒക്കെ ആകുന്നതാണോ പൂതി. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി എന്ത് പഠിക്കണം ഏത് പഠിക്കണം. സുലൈമാൻ മേൽപ്പത്തൂരിൻ്റെ അടുത്ത് കൊണ്ടുപോയി അവരുമായി ഇരുത്തി നോക്കിയപ്പോൾ മൂപ്പരെ പോലൊരാളാണെന്ന് ഓൾക്ക് ചിന്ത. അതിന് സൈക്കോളജിക്ക് ചേർന്നു. ഇപ്പോൾ ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാട്ടിലങ്ങാടി വുമൻസ് കോളേജാണ്, ഗവൺമെൻറ് കോളേജാണ്. പൈസ ഒന്നും കൊടുക്കണ്ട, ഫീസൊന്നും കൊടുക്കാത്ത കോളേജ്, ആരും കുട്ടികൾ ശ്രദ്ധിക്കൂല. അവിടെ പോയി കുട്ടി ചേർന്നിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് ആഗ്രഹങ്ങളുണ്ടാവും, താല്പര്യങ്ങളുണ്ടാവും. പോലീസ് ആവാൻ, SI ആവാൻ, പലതും ഉണ്ടാവും. നമ്മൾ വിചാരിച്ച ലോകമൊന്നല്ല.
അമ്മ വിചാരിക്കും കുട്ടീനെ അങ്ങണ്ടാക്കണം, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ആരെന്താവണമെന്ന് നമ്മളല്ല തീരുമാനിക്കുക. ഞാൻ പറയാറുണ്ട്, പൂക്കോയത്തങ്ങൾ അടുക്കൽ ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് പൂക്കോയത്തങ്ങളോട് പറഞ്ഞു, തങ്ങൾ പാപ്പ ഈ ചെക്കനെ ജീവികളെ പിടിച്ചിട്ട് പെരയൊക്കെ കൊണ്ടുവരികയാണ്, അവനെ കൊണ്ട് വലിയ ശല്യ പെരയിൽ. അപ്പോൾ ഇപ്പം പാടത്തേക്ക് പോവുക, നീർക്കോലികളെ പിടിക്കുക, ചേരനെ പിടിക്കുക, അത് കൊടുത്തിട്ട് പടിഞ്ഞാറ് ഒത്തു കൊണ്ട് നിൽക്കുക, ഇതിങ്ങനെ പത്തി കൊടുത്ത് ഇങ്ങനെ ആടുക. അപ്പോൾ തള്ളൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്നറിയാം, ഈ പയ്യനിപ്പോൾ 8-10 വയസ്സായി, ഇനി 10-25 വയസ്സായി അവൻ പെണ്ണിട്ടുണ്ട്. അപ്പോൾ അവൻ പെണ്ണിട്ടുമല്ലോ തങ്ങൾ പാപ്പ പറഞ്ഞത്രേ. അപ്പം അതല്ല തങ്ങൾ പാപ്പ, അതേമാതിരി ഭാര്യ വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ അതേമാതിരി ചേരനായിട്ടൊക്കെ പോയാൽ നമുക്കൊരു പ്രശ്നമല്ലേ, അതൊരു ബേജാറ് തന്നെയാണ്. അപ്പോൾ വലിയ ഗൗരവമായിട്ട് ഇത് പറഞ്ഞു. തങ്ങൾ പാപ്പ പുറത്ത് തട്ടിയിട്ട് എന്താ പറഞ്ഞത് അറിയാം, ഓൻ്റെ വളർച്ച അയിമലാണെങ്കിൽ അതേറ്റാണ് പോയിക്കോളുന്നതാണ്. അപ്പോൾ ഓൻ ആരാന്നറിയാം നിങ്ങൾ, ചേറൂരി എത്തിങ്കാനയുടെ സമീപത്ത് കേരളം മുഴുക്കെ ഊട്ടി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് കൊടക്കലിലേക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, പാമ്പിൻ്റെ വിഷചികിത്സക്കുള്ള മരുന്ന് ശേഖരിക്കുന്ന മനുഷ്യനാണ് ഇപ്പോൾ അയാൾ. ഭയങ്കര വരുമാനം ആ കാര്യത്തിൽ. അപ്പോൾ പൂക്കോയത്തങ്ങൾ പറഞ്ഞ് ഈ തവളനെ പിടിച്ച് ചേരനെ പിടിച്ച് നടക്കണം, അവൻ ചിലപ്പോൾ അയിമ വളർന്നു. എല്ലാവർക്കും യൂസുഫ് അലി ആകാൻ പറ്റൂല, എല്ലാവർക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ ഡോക്ടറാകാൻ പറ്റൂല. അള്ളാഹു ചില വഴികൾ അവർക്ക് നിയോഗിച്ചിട്ടുണ്ടാവും, അതിൽ ബർക്കത്തുണ്ടാകാൻ തള്ളാര് വരുന്നാൽ മതി. തള്ളാരാണെങ്കിൽ സയൻസ് എടുക്കടാ, MBBS എടുക്കടാ, ഇങ്ങനെ ബേജാറല്ല. പോകേണ്ടത് എങ്ങനെയാണ് എന്ന് അവൻ തീരുമാനിക്കുക, നമ്മൾ പിന്നെയും നൊന്തി കൊടുത്താൽ മതി, നമ്മളതിനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. ആരാ എന്താകുക എന്ന് പറയാൻ പറ്റില്ല. ആകാശത്തേക്ക് ചാടാനാണ് പൂതി, പക്ഷെ ഒരു മൂച്ചിക്കൊമ്പത്തെങ്കിലും എത്തണം. അത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമ്മളെ കുട്ടീനെ സഹായിച്ച് പ്രാർത്ഥിച്ചാൽ, അങ്ങനെ മാതാപിതാക്കളുടെ ആ ഒരു പൊരുത്തവും ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടി അതിന്മേലങ്ങ് വളരുകയാണ്. ഞാൻ പറഞ്ഞത് സ്റ്റുഡൻറ് കേഡറ്റ് എന്ന് പറയുന്ന ഈ കാര്യത്തിൽ നമ്മുടെ കുട്ടികൾക്കൊരു ലക്ഷ്യമുണ്ട്. അതെന്താ, ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ വന്ന കുട്ടി നാളെ പട്ടാളക്കാരിയാവാം, പോലീസാവാം, എന്തു ആവാം. അപ്പോൾ ആ ഹിജാബ് ഇട്ട പെൺകുട്ടിയോട് പറയാണ് ആ വേഷത്തിൽ വരാൻ പാടില്ല. ഇത് നരേന്ദ്രമോദിയുടെ തീരുമാനമല്ല, നോക്കണങ്ങൾ, ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ്. ഞാൻ വായിക്കാം. തിരുവനന്തപുരം കേരള പോലീസിന് കീഴിലുള്ള സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൽ മതപരമായ വേഷങ്ങൾക്ക് അയിത്തം കൽപ്പിച്ച് സർക്കാർ. ഏത് സർക്കാർ? പിണറായി സർക്കാർ. ഇവരാണ് പറയുന്നത് എന്ത്, കേരളത്തെ കണ്ടുപിടിക്കണം, ഞങ്ങൾ ഹിജാബിൻ്റെ ഒപ്പാണ്. നോക്കണങ്ങൾ, ഇതിൻ്റെ അപകടമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരിങ്ങനെ സംരക്ഷകരായി വരും, എന്നാൽ നയപരമായി ഇവരാരെ കൂടെ നിൽക്കുന്നു നമ്മൾ പഠിക്കണം. ഓരോ വിഷയവും മുടിനാരിയുടെ കീറി പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാവും. ബാബരി മസ്ജിദിൻ്റെ ആൾക്കാരാണെന്ന് ഇവർ പറയും. പക്ഷെ ആദ്യമായി പള്ളി പൊളിച്ച് പ്രശ്നം തീർക്കണമെന്ന് തിരൂരിൽ പ്രസംഗിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. മേലെ തട്ട് മുസ്ലിങ്ങൾക്കും താഴെ തട്ട് ഹിന്ദുക്കൾക്കും എന്ന് രണ്ടാമത് നിർദ്ദേശം വെച്ചത് ഇവരുടെ പോളിറ്റ് ബ്യൂറോ ആണ്. ആർക്കും കൊടുക്കാതെ ദേശീയ സ്മാരകമാക്കണം ബാബരി മസ്ജിദ് സ്ഥലം. ആ മുറാദ് ഇപ്പോൾ ഹാസിലായി. BJP പിന്നീടാണ് വരുന്നത്. കേരളം ഒരു 2030-35 ഒക്കെ ആകുമ്പോഴേക്ക് ഒരു മുസ്ലിം രാഷ്ട്രമാകുമോ എന്ന് സംശയിച്ച ആളാണ് നമ്മൾ അച്യുതാനന്ദൻ. ഇന്ന് വരെ RSS BJP പറയാത്ത കാര്യം മൂപ്പര് നേരത്തെ കിനാവ് കണ്ട് പറഞ്ഞു കഴിഞ്ഞു. നമ്മളെ സംരക്ഷകരായി വരുന്നവരെ ഉള്ളു മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ